ചാരു റൂമിൽ കയറി കട്ടിലിലേക്ക് വീണു. ഒത്തിരി ആഗ്രഹിച്ചതാണ് ശ്രീ പറഞ്ഞത്. പക്ഷെ അതിപ്പോ കേട്ടപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഇതിന്റെ അനന്തരഫലം എന്താകുമെന്ന് ആലോചിക്കും തോറും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഒരു സ്ഫോടനം തന്നെ നടക്കും. അപ്പച്ചി തന്നെ വെട്ടിക്കൊല്ലും, ഉറപ്പാ. വല്യേച്ചൻ ആലോചിച്ചപ്പോ തന്നെ ചാരു അറിയാതെ ഈശ്വര എന്ന് വിളിച്ചുപോയി. ശ്രീനാഥ് വീട്ടിലെത്തി. അവന്റെ മനസ്സിൽ ചാരുവിന്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു. അവളുടെ കൊച്ചു തമാശകളോർത്ത് അവൻ ചിരിച്ചു. കീ കയ്യിൽ കറക്കിക്കൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അവന്റെ മുഖം പതിവിലും സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് അച്ചമ്മ അവനെ വിളിച്ചു. മോനെ, എന്താ എന്റെ ശ്രീമോൻ നല്ല സന്തോഷത്തിലാണല്ലോ. നിനക്ക് വല്ല ലോട്ടറി ഓടിച്ചോ? അവർ അവനെ കളിയാക്കി ചിരിച്ചു. അത് കേട്ട് അവൻ അവരെ കയ്യിൽ പിടിച്ച് കറക്കി. ഡാ ചെക്ക, എന്റെ തല കറങ്ങും, വിടടാ മോനെ. അവൻ അവരുടെ രണ്ട് കവിളിലും പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ലോട്ടറിയല്ല അച്ചമ്മേ, അതുക്ക് മേലെ. അവൻ അവരെ വിട്ടുകൊണ്ട് സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി. ചാരു തന്റെ വണ്ടിയിൽ കയറി പോകുന്നത് അവൻ ഒന്നുകൂടി ഓർത്തു. അവളുടെ കുസൃതി നിറഞ്ഞ കണ്ണുകൾ അവനെ വല്ലാതെ ആകർഷിച്ചു. അവൻ നല്ല സന്തോഷത്തിലായിരുന്നു. അവളെ അറിയിക്കാൻ പറ്റിയല്ലോ അവന്റെ ഇഷ്ടം. നേരെ മറിച്ചായിരുന്നു ചാരുവിന്റെ അവസ്ഥ. അവൾക്ക് എന്തെന്നില്ലാത്ത ഭയം. രാത്രി എല്ലാവരും കഴിക്കാനിരിക്കുന്ന നേരത്താണ് അച്ഛൻ വിളിച്ചത്. അമ്മ അച്ഛനോട് പറഞ്ഞു കാണുമോ? ചാരു മനസ്സിലോർത്തു. ചാരു, നിന്നെ അച്ഛൻ വിളിക്കുന്നു. ഫോൺ എടുത്ത് അമ്മ വിളിച്ചു പറഞ്ഞു. ചാരു ഫോൺ വാങ്ങി. അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? ആ മോളെ, നിനക്ക് ഫോൺ വേണമെന്ന് അമ്മയോട് പറഞ്ഞോ? അച്ഛനോട് അമ്മ എല്ലാം പറഞ്ഞു കാണും. അതച്ഛാ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഓർക്കാപ്പുറത്ത് ഒരു ബസ് സമരം. വൈകി കോളേജിൽ നിന്ന് വരാൻ. അന്ന് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ അച്ഛൻ ഒരു വീട്ടിൽ കയറിയില്ലേ? ആ വീട്ടിലെ കുട്ടി എന്റെ സീനിയറാണ്. അതുകൊണ്ട് ഇന്ന് അയാളുടെ കൂടെ പോന്നു. സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ കോളേജിൽ പോകാൻ പറ്റില്ല അച്ഛാ. ഒരാവശ്യം വന്നാൽ വിളിച്ചു പറയാൻ ഫോൺ ഉണ്ടെങ്കിൽ പറ്റുമെന്ന് വിചാരിച്ചു പറഞ്ഞതാ. സാധാ ഫോൺ മതി അച്ഛാ, അവള് വേഗം പറഞ്ഞൊപ്പിച്ചു. ആരുടെ മോൻ? നമ്മുടെ രവിയുടെ മോനാണോ? പേരൊന്നും എനിക്കറിയില്ല അച്ഛാ. അത് സാരമില്ല മോളെ, രവി അച്ഛന്റെ കൂടെ പഠിച്ചതാ. അച്ഛന്റെ നല്ല കൂട്ടുകാരൻ. അത് സാരമില്ല, ഞാൻ അമ്മയോട് പറയാം നിനക്ക് ഫോൺ വാങ്ങിത്തരാൻ. പിന്നെ സാധാ ഫോണൊന്നും വേണ്ട, നല്ല ഫോൺ തന്നെ എന്റെ കുട്ടി മേടിച്ചാൽ മതി. പിന്നെ ഫോൺ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നേ ഉള്ളൂ. എന്റെ ദേവുട്ടിയെ മക്കളെ വിഷമിപ്പിക്കരുത് കേട്ടോ. അച്ഛൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അതിലെ വേദന ചാരു തിരിച്ചറിഞ്ഞു. ഇല്ല അച്ഛാ, അച്ഛന്റെ ദേവുട്ടിക്ക് എന്തിനോ ആദിയാ. ഞങ്ങളെ അച്ഛൻ അറിയില്ലേ? ശരി മോളെ, അമ്മയുടെ കയ്യിൽ കൊടുക്ക്. അവൾ ഫോൺ അമ്മയുടെ നേർക്ക് നീട്ടി. അമ്മ ഫോണുമായി റൂമിലേക്ക് പോയി. ഗോപിയേട്ടാ, സാധാ ഫോൺ തന്നെ മതി. ഇന്നത്തെ കാലത്ത് കുട്ടികൾ വഴിതെറ്റാൻ ഫോൺ ധാരാളം തന്നെയാ. ഇന്ന് അവൾ അറിയാത്ത കുട്ടിയുടെ പിന്നിൽ കയറി വന്നു. നാളെ അവള് അവനെ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിഷ്ണുവിന് നമ്മൾ വാക്ക് കൊടുത്തതല്ലേ ഏട്ടാ. താൻ എന്തിനാ എഴുതപ്പുറം വായിക്കുന്ന ദേവു? നമ്മുടെ മോൾക്ക് എല്ലാം അറിയില്ലേ? അവള് കൊച്ചുകുട്ടിയൊന്നും അല്ല. താൻ വിചാരിക്കും പോലെ ഒന്നും ഉണ്ടാവില്ല. അത് രവിയുടെ മോനാ. ഞാൻ പറഞ്ഞില്ലേ രവി അവിടെ അടുത്താ താമസിക്കുന്നതെന്ന്. നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ഇനി ഞാൻ വന്നിട്ട് എല്ലാവർക്കും കൂടി ഒന്ന് പോകണം. അന്ന് രവി പറഞ്ഞതാ എല്ലാവരെയും കൂട്ടി വരാൻ. വീട് മാറൽ തിരക്കും. പിന്നെ എന്റെ ലീവ് തീർന്നപ്പോൾ പോകാൻ പറ്റിയില്ല. അവൻ എന്റെ നല്ല സുഹൃത്താണ്. അതുപോലെ നമ്മുടെ മക്കളും ആകട്ടെ. അതിലൊരു തെറ്റുമില്ല. താൻ ഓരോന്ന് ആലോചിച്ച് വെറുതെ ഓരോന്ന് പറയണ്ട. അമ്മ വളർത്തിയ പിള്ളേര് നാശമായി എന്ന് എല്ലാവരും പറയും. എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ എല്ലാവരും കാണും. അമ്മയുടെ വാക്കുകളിൽ പരാതി നിറഞ്ഞു. ശരി, താൻ കഴിച്ചിട്ട് കിടക്ക്. ഞാൻ നാളെ വിളിക്കാം. മോൾക്ക് ഫോൺ നല്ലത് വാങ്ങിക്കൊടുക്കുക കേട്ടോ. അമ്മ ഫോൺ കട്ടാക്കി. അമ്മ കഴിക്കാൻ വന്നിരുന്നു. ചാരു അമ്മയെ ഇടം കണ്ണിട്ട് നോക്കി. അമ്മയുടെ മുഖത്ത് ഒരു വിഷമം ഉള്ളതുപോലെ തോന്നി അവൾക്ക്. അവൾ കൂടുതലൊന്നും സംസാരിച്ചില്ല. ചാരു, നാളെ നീ കോളേജിൽ പോകണ്ട. നമുക്ക് ഫോൺ മേടിക്കാൻ പോകാം. നാളെ ഉച്ചയ്ക്ക് ചന്ദ്രന്റെ ഓട്ടോ വരാൻ പറയാം. വീട്ടിലേക്ക് സാധനങ്ങളും മേടിച്ചു വരാം. ശരി അമ്മേ, എന്തായാലും ഇനി 2 ദിവസം എനിക്ക് പോകേണ്ടി വരില്ല. ബസ് സമരം തീർന്നാൽ മായ വിളിക്കും. ചാരു അമ്മയുടെ ഭാവം ശ്രദ്ധിച്ചു. കോളേജിൽ ലീവ് എടുത്താൽ നിനക്ക് പഠിക്കണ്ടേ? അമ്മ അവളെ നോക്കി. പോയാൽ കോളേജ് റൂട്ടിൽ ബസ്സില്ല, പിന്നെ എന്തു ചെയ്യും? എന്നാലും ലീവ് എടുത്താൽ? അമ്മ പാതിയിൽ നിർത്തി. അത് സാരമില്ല, ഞാൻ മായയെ വിളിച്ചു പറയാം. നോട്ട് അവൾ അയച്ചു തരും. അവൾ എഴുന്നേറ്റ് കൈ കഴുകി കിടക്കാൻ റൂമിലേക്ക് നടന്നു. സാന്ദ്രയും ചാരു ഒരുമിച്ചാണ് കിടക്കുന്നത്. അമ്മ അടുത്ത റൂമിൽ. മനസ്സിൽ മുഴുവൻ ശ്രീനാഥാണ്. അവൻ പറഞ്ഞതുപോലെ കാണാതിരിക്കാൻ പറ്റുമോ തനിക്ക്? അവൾ സ്വയം ആ ചോദ്യം മനസ്സിനോട് ചോദിച്ചു. അവളുടെ മിഴികൾ അറിയാതെ നിറഞ്ഞു തൂവി. ശ്രീനാഥ് മനസ്സിന്റെ കോണിൽ ഒരു നിഴലായി. സാന്ദ്ര അരികെ കിടക്കുന്നത് കൊണ്ട് അവൾ ചെരിഞ്ഞു കിടന്നു. വിഷ്ണുവുമായി വിവാഹം തീരുമാനിച്ച കുറെ പേർ. തന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ രൂപം ശ്രീനാഥിന്റെ. ഈശ്വര, ഇതെങ്ങാനും വീട്ടിലിറങ്ങിയാൽ ഭൂകമ്പം നടക്കും. അവളുടെ മനസ്സിൽ 1000 ചിന്തകൾ കടന്നുപോയി. എപ്പോഴും അവൾ ഒന്നും ഉറങ്ങി. കാലത്ത് സാന്ദ്ര വിളിച്ചപ്പോൾ ചാരു മെഴി തുറന്നു. നേരെ ഒരുപാടായി ചേച്ചി, അമ്മ വിളിക്കുന്നു. അതും പറഞ്ഞ് സാന്ദ്ര കുളിക്കാൻ ടവലെടുത്തു. ചേച്ചി കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നേരത്തെ വിളിക്കാതിരുന്നത്. മോള് പോയി കുളിച്ചു. ചേച്ചി കുറച്ചു നേരം കൂടി കിടക്കട്ടെ. സാന്ദ്ര വിൻഡോ തുറന്നിട്ടു. കുളിക്കാൻ പോയി. ചാരു പുറത്തേക്ക് നോക്കി കിടന്നു. സമയം 7 മണിയാകുന്നു. ഇത്ര നേരം കിടക്കാൻ അമ്മ സമ്മതിക്കില്ല. ഇന്ന് എന്ത് പറ്റി? ഒരുപക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണുമോ? കിളികളുടെ ശബ്ദം അവളുടെ കാതുകളിൽ പതിഞ്ഞു.
അവളുടെ മനസ്സിൽ ശ്രീനാഥിന്റെ ചെമ്പൻ കണ്ണുകൾ തെളിഞ്ഞു. ഇന്ന് കോളേജിൽ താൻ ഉണ്ടാവില്ല. എന്താകും ആളുടെ പ്രതികരണം? പറയാതെ പറഞ്ഞ തന്റെ പ്രണയം. ചാരു. അവളുടെ മനസ്സ് ശാന്തമായി. അവൾ പതിയെ എഴുന്നേറ്റു. കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. എന്റെ കണ്ണ, അരുതാത്ത മോഹം മനസ്സിൽ തോന്നുന്നു. എല്ലാം അവിടേക്ക് അറിയുന്നവനാണല്ലോ. എന്തെങ്കിലും പോംവഴി കാട്ടി തരണേ കണ്ണ. അവൾ നെറ്റിയിൽ കൈതൊട്ട് വന്നിച്ചു. മുറി വിട്ട് പുറത്തിറങ്ങി. അമ്മ അടുക്കളയിലുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. അവള് നേരെ പിന്നിലെ വരാന്തയിലേക്ക് നടന്നു. ബ്രഷ് എടുത്ത് കഴുകി പേസ്റ്റ് എടുത്തു. പുറത്തേക്കിറങ്ങി. വീട് കഴിഞ്ഞ് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ നടന്നാണ് അവൾ ബ്രഷ് ചെയ്യുക. അതൊരു ശീലമാണ്. അച്ഛന്റെ കൂടെ ചെറുപ്പം മുതലേ പറമ്പിൽക്കൂടി നടന്നാണ് ബ്രഷ് ചെയ്യുക. മഞ്ഞുതുള്ളികൾ പുൽക്കൊടികളിൽ തുമ്പിച്ചു നിൽക്കുന്നു. താഴേക്ക് വീഴാൻ മടിച്ചുകൊണ്ട് അവളുടെ കാലുകൾ തട്ടി ചില തുള്ളികൾ നിലത്തേക്ക് പതിച്ചു. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ചാരു അകത്തേക്ക് നടന്നു. അമ്മ ചായ നിറച്ച കപ്പ് അവളുടെ നേർക്ക് നീട്ടി. അവള് ചായ വാങ്ങി ചുണ്ടോട് ചേർത്തു. അമ്മ ദോശ ഉണ്ടാക്കി ചൂടോടെ സാന്ദ്രയ്ക്ക് എടുത്തു വെച്ചു. അവള് സ്കൂളിൽ പോകാൻ റെഡിയായി വന്നു. ചാരു പുറത്തേക്ക് നടന്നു. പത്രം എടുത്ത് സെറ്റിയിലിരുന്നു. വാർത്തകളൊന്ന് ഓടിച്ചു നോക്കി. മനസ്സ് ശരിയല്ല. അവള് പത്രം മടക്കി. ഓരോന്നും ഓർത്തു ചാരു. ശ്രീ കോളേജിൽ പോകാൻ ഇറങ്ങി കാണുമോ? തന്നെ ഇഷ്ടമാണെന്ന് പറയാതെ പറഞ്ഞു ശ്രീ. പക്ഷെ ആലോചിച്ചിട്ട് പ്രാന്ത് പിടിക്കുന്നു. ശ്രീയെ ഒരുപാട് ഇഷ്ടമാണ്. ആ ചെമ്പം വെളിയിൽ വിരിയുന്ന കുസൃതി, നർമ്മരസമുള്ള സംസാരം എല്ലാം തനിക്ക് ഇഷ്ടമാണ്. കണ്ട അന്ന് മുതൽ മനസ്സിന്റെ കോണിലിരുന്ന ആരോ ഉറക്കി വിളിച്ച് പറയുന്നു തന്റെ ജീവന്റെ പാതിയാണെന്ന്. തനിക്കായി ജനിച്ചവൻ. വീട്ടുകാരെ അനുസരിക്കാതെ തനിക്ക് വേറെ വഴിയില്ല. അങ്ങനെയാണ് ബന്ധുക്കൾ. അവരെ തള്ളിക്കളയാൻ അമ്മയും അച്ഛനും തയ്യാറാകുമോ? തന്റെ ആഗ്രഹം ഒരിക്കലും ആരും അംഗീകരിച്ചു തരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ശ്രീയിൽ നിന്നും അകന്നു നിൽക്കാൻ മാത്രമേ തനിക്ക് മാർഗമുള്ളൂ. ഓർക്കുമ്പോൾ തന്നെ നെഞ്ചിലൊരു കൊളുത്തിപ്പിടുത്തം. എന്റെ കണ്ണ, എനിക്കൊരു വഴി കാണിച്ചതാ കൃഷ്ണ. അവള് മനസ്സിൽ പ്രാർത്ഥിച്ചു. ചേച്ചി, ഞാൻ പോകുവാണേ, സാന്ദ്ര വിളിച്ചു പറഞ്ഞു. പോയിട്ട് വാ. അവളെ നോക്കി കൈവീശി കാണിച്ചു ചാരു. അടുക്കളയിലേക്ക് നടന്നു. പാത്രമൊക്കെ കഴുകി വെക്കാൻ അമ്മയെ സഹായിച്ചു. അമ്മയും അവളും കൂടെ ഒരുമിച്ച് ചായ കുടിക്കാനിരുന്നു. മോളെ, ചന്ദ്രേട്ടൻ 12 മണിക്ക് വരാമെന്ന് പറഞ്ഞു. നമുക്ക് സാന്ദ്ര വരുമ്പോഴേക്കും പോയിട്ട് വരാം. ശരി അമ്മേ. ചായ കൂടി കഴിഞ്ഞ് രണ്ടാളും എഴുന്നേറ്റു. ചാരു അടിച്ചു വാരാൻ ചൂലെടുത്തു. വീട്ടിലുള്ളപ്പോൾ അമ്മയെ സഹായിക്കും. അടിച്ചു തുടയൊക്കെ കഴിഞ്ഞ് ചാരു കുളിക്കാൻ പോയി. സമയം ഇഴഞ്ഞു നീങ്ങി. അമ്മ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തു. രണ്ടുപേരും ഉച്ചഭക്ഷണം കഴിച്ചു പോകാൻ റെഡിയായി. അമ്മേ, ചന്ദ്രേട്ടൻ വന്നു. ചാരു അമ്മയുടെ മുറിയുടെ നേരെ നോക്കി വിളിച്ചു പറഞ്ഞു. അമ്മ വേഗം ഇറങ്ങി വന്നു. വാതിൽ ലോക്ക് ചെയ്ത് വണ്ടിയിൽ കയറി. ഫോൺ കടയുടെ മുന്നിൽ നിർത്താൻ അമ്മ പറഞ്ഞു. അമ്മ ഇറങ്ങി, കൂടെ ചാരു. മോളെ, നിനക്ക് ഇഷ്ടമുള്ള ഫോൺ മോഡൽ പറഞ്ഞോ? ചാരു അമ്മയെ അതിശയത്തിൽ നോക്കി. ഇന്നലെ വരെ സാധാ ഫോൺ മതി എന്ന് പറഞ്ഞു നടന്ന ഇപ്പൊ എന്തു പറ്റി? സാധാ ഫോൺ മതി, വിളിച്ചാൽ കിട്ടണം, അതേ വേണ്ടു, അവൾ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അവളുടെ വാക്ക് വിശ്വാസം വരാത്ത പോലെ അവളെ നോക്കി. വേണ്ട, അച്ഛൻ പറഞ്ഞു നല്ല ഫോൺ വാങ്ങിത്തരാൻ, നീ നോക്കിക്കോ. അമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചു. അമ്മ തന്നെ ഒരു നല്ല ഫോൺ നോക്കിയെടുത്തു. ഇത് മതിയോ? മതി അമ്മേ, ചാരു പറഞ്ഞു. സിം കാർഡ് എല്ലാം ശരിയാക്കി, ഫോൺ വാങ്ങി, സാധനങ്ങളും വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചു. സാന്ദ്ര വരാറായി. അമ്മ വേഗം ചായ വെച്ചു. ഡ്രസ്സൊക്കെ മാറി വന്ന് ചാരു ഫോൺ എടുത്തു. അതിൽ നിന്നും ആദ്യം അച്ഛനെ തന്നെ വിളിച്ചു. വീഡിയോ കോൾ ആണ്. അപ്പോഴേക്കും സാന്ദ്ര എത്തി. എല്ലാവരും കൂടി കുറെ നേരം സംസാരിച്ചു. സാന്ദ്ര ഫോൺ എടുത്ത് നോക്കി. എനിക്ക് ഗെയിം കളിക്കാൻ ഇടയ്ക്ക് വേണം കേട്ടോ ചേച്ചി. അവള് ചേച്ചിയെ നോക്കി കണ്ണിറക്കി. പത്തിപ്പടിക്കുന്ന നിനക്ക് ഫോൺ ഗെയിം, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ? അമ്മ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. ചാരു ചിരിച്ചുകൊണ്ട് മുകളിലെ മുറിയിലേക്ക് പോയി. അവിടെ ഇരുന്നാണ് പഠിക്കുന്നത്. ബുക്ക് നിവർത്തിയിരുന്നു. പഠിക്കാനുള്ള മൂഡൊന്നുമില്ല. അവള് വെറുതെ ഓരോ താളം മറിച്ചുകൊണ്ടിരുന്നു. ചേച്ചി ഫോൺ. താഴെ നിന്ന് സാന്ദ്ര വിളിച്ചു പറഞ്ഞു. മായയാകും. ചാരു പെട്ടെന്ന് ഇറങ്ങി വന്നു. ലാൻഡ് ഫോണിലാണ് വിളിച്ചത്. ഹലോ മായ, പറയ്, എന്തായി? ഇന്ന് നിനക്ക് ബോറടിച്ച് കാണും അല്ലേ? അപ്പുറത്ത് മായ അടക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് ബോറടിയൊന്നും ഉണ്ടായില്ല. നിന്റെ കക്ഷിന്ന് ശരിക്കും ബോറടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ചാരു പെട്ടെന്ന് ചുറ്റും നോക്കി. ആരെങ്കിലും കണ്ടോ എന്ന്. ഇല്ല, സാന്ദ്ര റൂമിൽ പോയി. അമ്മ അടുക്കളയിലുമാണ്. എന്നിട്ട് നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ? എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷെ വിഷാദമുഖനായി നടന്നിരുന്നു. ഇടയ്ക്ക് നമ്മുടെ വരാന്തയിൽ കൂടി നടക്കുന്നുണ്ടായിരുന്നു. നീ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ട്. പിന്നെ ഫോൺ വാങ്ങി കേട്ടോ മായ, ഞാൻ അതിൽ നിന്ന് വിളിക്കാം. ചാരു പെട്ടെന്ന് ഫോൺ കട്ടാക്കി. ഫോൺ എടുത്ത് ചാരു മായയെ വിളിച്ചു. മായ, ബസ് വരെ എന്തായി? ഒത്തുതീർപ്പായോ? ഇല്ല മോളെ, ചർച്ച നടന്നു. പക്ഷെ ശരിയായില്ല എന്നാ കേട്ടത്. ഇനി നാളെ ഉണ്ടാകും ചർച്ച. നീ എന്താ ചെയ്യുന്നേ? ചന്ദ്രന്റെ ഓട്ടോ പിടിച്ച് വാടി. എന്തിനാ ക്ലാസ് കട്ടാക്കുന്നേ? സ്റ്റാൻഡ് വഴി വന്നാൽ മതിയല്ലോ. എന്തായാലും 2 ദിവസം ഞാൻ ലീവാണ്. ചെറിയൊരു മടി. ഇനി തിങ്കളാഴ്ച തൊട്ട് വരാം, അതാ നല്ലത്. ശ്രീനാഥിന്റെ കൂടെ വന്നത് ചാരു മനഃപൂർവ്വം മറച്ചു വെച്ചു. ഡി, മടിയോ നിനക്ക്? കാര്യം പറ, എന്തുണ്ടായി? നിന്റെ ചന്ദനക്കുറി വല്ലതും ഒപ്പിച്ചോ? ചുമ്മാ പോടി, വേണ്ടാത്തത് പറയാതെ. അതൊന്നുമല്ല, എനിക്ക് കുറച്ച് വർക്ക് ചെയ്തു തീർക്കാനുണ്ട്, റെക്കോർഡ്. ഓക്കെ ശരി, ഞാൻ കണ്ടുപിടിക്കാം. മായ ഫോൺ കട്ടാക്കി. ചാരു റൂമിലേക്ക് നടന്നു. നോട്ട് എടുത്തു. മനസ്സ് ശ്രീയെ വട്ടമിട്ട് പറക്കുന്നു. മായ പറഞ്ഞത് സത്യമാകുമോ? തന്നെ കാണാതെ വിഷമിച്ച് കാണുമോ? സാരമില്ല, ഒരകലം നല്ലതാ.
ചാരു പുസ്തകത്തിലെ വരികളിലേക്ക് ഊളിയിട്ടു. അന്നത്തെ ദിവസവും പതിവ് പോലെ കടന്നുപോയി. പിറ്റേ ദിവസവും ചാരു കോളേജിൽ പോയില്ല. എക്സാം വരികയാണ്, കുഴപ്പം പറ്റില്ല. ചാരു പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. മുകളിലാണ് ചാരു, താഴെ സാന്ദ്രയുണ്ട്. TV കാണലാണ്. സ്കൂൾ വിട്ട് വന്നാൽ കുറച്ചു നേരം അവള് TV കാണും. അമ്മയും ഉണ്ട് അവളുടെ കൂടെ. പെട്ടെന്നാണ് ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് ഒരു ബുള്ളറ്റ് വീടിന്റെ മുറ്റത്ത് വന്ന് മുരണ്ടു നിന്നത്. ചാരു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്ക് നോക്കി. മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ വരുന്നത് ആരാണെന്ന് കാണാം. ചാരുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൾക്ക് ഉറപ്പുണ്ട് അത് ശ്രീയുടെ ബുള്ളറ്റാകുമെന്ന്. സാന്ദ്ര ചെന്ന് വാതിൽ തുറന്നു. ശ്രീ അകത്തേക്ക് കയറി. ചേട്ടനായിരുന്നോ? അവള് ശ്രീയെ നോക്കി പുഞ്ചിരിച്ചു. മോളെ, അമ്മ എവിടെ? ശ്രീ ചോദിക്കുന്നത് വ്യക്തമായി കേട്ടു ചാരു. അമ്മ അകത്തുണ്ട്, ചേട്ടൻ വാ. സാന്ദ്ര അവനെ അകത്തേക്ക് ക്ഷണിച്ചു. അവള് മാറി നിന്നു. അമ്മേ, ഇത് ചേച്ചിയുടെ കോളേജിൽ പഠിക്കുന്ന അച്ഛനെന്ന് പറഞ്ഞില്ലേ, ആ ചേട്ടൻ. അവള് ശ്രീയെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി. ആണോ, വാ മോനെ, അമ്മ പറഞ്ഞു. ശ്രീയുടെ കണ്ണുകൾ തന്നെ തിരയുന്നത് ചാരു കണ്ടു. അവള് വേഗം റൂമിൽ കയറി വാതിലടച്ചു. അതിൽ ചാരി നിന്നു. അവളുടെ ഹൃദയം പടമടാമിടിച്ചു. എന്തിനായിരിക്കും വന്നത്? അവൾ ആലോചിച്ചു. ഇനി അമ്മയോട് വല്ലതും പറയുമോ? എന്റെ കണ്ണ, ചതിക്കല്ലേ. അവള് കണ്ണടച്ചു തൊഴുതു. ഇപ്പൊ വിളി വരും. അവൾ കാതോർത്തു. ചേച്ചി, ഒന്നിങ്ങി വന്നേ, സാന്ദ്ര വിളിക്കുന്നുണ്ട്. ചാരു ഒന്നും മിണ്ടാതെ ഇരുന്നു. സാന്ദ്ര പടികൾ കയറി വന്ന് വാതിലെ മുട്ടി. ചേച്ചി, അമ്മ വിളിക്കുന്നു. ചാരു വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു. സാന്ദ്ര അവളെ നോക്കി പുഞ്ചിരിച്ചു. പിളറിയ ചിരി മറച്ചു പിടിക്കാൻ ചാരു പാടുപെട്ടു. എന്തിനാ നീ വിളിച്ചു പോകുന്നത്? അവളെ കൃത്രിമ ദേഷ്യം കാണിച്ചു. ചേച്ചി, ശ്രീചേട്ടൻ കാണാൻ വന്നിരിക്കുന്നു. ശ്രീചേട്ടനോ? ഏത് ചേട്ടൻ? അവൾ അറിയാത്ത ഭാവം നടിച്ചു. ഞാൻ പോവാ, വരുന്നുണ്ടെങ്കിൽ വാ. അവൾ താഴേക്ക് പോയി. ചാരു മുഖമൊന്ന് അമർത്തി തുടച്ച് താഴേക്ക് വന്നു. അവൾ ഇറങ്ങി വരുന്നത് നോക്കി ശ്രീ ഇരുന്നു. അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. അവന്റെ കണ്ണിൽ പ്രേമഭാവങ്ങൾ വിടരുന്നത് ചാരു അറിഞ്ഞു. അവൾ ശരിക്കും പരിഭ്രമിച്ചു. അവൻ ഇമ്മ വെട്ടാതെ അവളെ തന്നെ നോക്കിയിരുന്നു. അമ്മ വന്നാൽ കാണുമോ എന്ന ഭയം ചാരുവിനെ ഉലച്ചു. ചാരു അവന്റെ അരികിൽ വരുമ്പോഴേക്കും കയ്യിലൊരു ഗ്ലാസ് ജ്യൂസുമായി അമ്മ വന്നു. മോളെ, മോൻ നിന്നെ കാണാൻ വന്നതാ. അമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവള് ശ്രീയെ നോക്കി. മോൻ ഇത് കുടിക്കൂ. എന്തായാലും മോൻ വന്ന് പറഞ്ഞത് നന്നായി. ഇവിടെ ഒരാൾ മടി പിടിച്ചിരിക്കുകയാ. കയ്യിൽ ഗ്ലാസ് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് അമ്മയെ ഏൽപ്പിച്ചു ശ്രീ. ചാരു ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. ചാരു, ബസ് സമരം തീർന്നു. ഇനി തനിക്ക് കോളേജിൽ വരാം. പിന്നെ ഒരു കാര്യം, ബസ് സമരം ഇടയ്ക്കുണ്ടാകും എന്ന് വെച്ച് ലീവ് എടുത്ത് തനിക്ക് വീട്ടിൽ ഇരിക്കാൻ മാത്രമേ സമയം ഉണ്ടാകൂ, കേട്ടോ? ശ്രീ അവളെ നോക്കി കണ്ണിറുക്കി. പിന്നെ കയ്യിൽ കരുതിയ ഏതാനും പേപ്പറുകൾ അവളുടെ നേരെ നീട്ടി. ഇത് മായ തനിക്ക് തരാൻ പറഞ്ഞു. ഏതോ പ്രോജക്റ്റാണ്, തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞു. അവളുടെ കൈ യാന്ത്രികമായി അവന്റെ നേരെ നീണ്ടു. അവൻ പേപ്പറുകൾ അവളുടെ കയ്യിൽ കൊടുത്തു. ശരി ആന്റി, പോയിട്ട് വരാം. പോട്ടേടോ, അവൻ സാന്ദ്രയെ നോക്കി പറഞ്ഞു. തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ശ്രീ തിരിച്ചു നടന്നു. ചാരു അവനെ തന്നെ നോക്കി നിന്നു. പേപ്പർ ഇരുന്ന് അവളുടെ കൈ വിറച്ചു. അമ്മയും സാന്ദ്രയും അവനെ അനുഗമിച്ചു. പുറകെ ചാരുവും കൂടി. അവൻ അവരെ നോക്കി ഒന്നുകൂടി ചിരിച്ചുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി. വലിയ ശബ്ദത്തോടെ ഓടിച്ചു പോയി. നല്ല ചേട്ടാ അല്ലേ അമ്മേ? അച്ഛന്റെ കൂട്ടുകാരന്റെ മോനല്ലേ, മോശമാവാൻ വഴിയില്ല അല്ലേ ചേച്ചി? അവൾ അർത്ഥം വെച്ച് ചേച്ചിയെ നോക്കി. ചാരു ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. കയ്യിലിരുന്ന പേപ്പർ അവൾ ഓടിച്ചു നോക്കി. ഒന്നുമില്ല, മായയുടെ കൈയക്ഷരം തന്നെ, വേറെ ഒന്നുമില്ല. അവൾ ആ പേപ്പർ അവിടെ ടീപ്പോയുടെ മുകളിൽ വെച്ചിട്ട് ഫ്രിഡ്ജിനടുത്തേക്ക് നടന്നു. വെള്ളം ബോട്ടിലെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. അപ്പോഴാണ് ലാൻഡ് ഫോൺ അടിച്ചത്. അമ്മ ചെന്ന് ഫോൺ എടുത്തു. ആന്റി, ചാരു എവിടെ? അവളുടെ ഫോൺ റിങ്ങുണ്ട്, എടുക്കുന്നില്ല. ഇവിടെ ഉണ്ട് മോളെ, ഞാൻ കൊടുക്കാം. മോളെ, ചാരു, മായ വിളിക്കുന്നു. ചാരു വന്ന് ഫോൺ വാങ്ങി. അമ്മ പോകാൻ ചാരു കാത്തു നിന്നു. അമ്മ ഗ്ലാസുമായി അടുക്കളയിലേക്ക് നടന്നു. പറ മായേ. ഡി, നിന്റെ ചന്ദനക്കുറി നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. നീ എന്ന് വെച്ചാൽ അയാൾക്ക് പ്രാന്ത. എന്തടി, നീ കാര്യം പറ. ഡി, ഇന്ന് ബസ് സമരം അവസാനിപ്പിച്ചു. ആൾ തന്നെ. പിന്നെ എന്റെ അടുത്ത് വന്നു. നിന്നെ കാണണം, എന്തെങ്കിലും വഴി പറഞ്ഞു തരാൻ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി പ്രാന്തന്മാരെ പോലെ പെരുമാറി. ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചപ്പോൾ ഡെസ്ക് ഒറ്റ ചവിട്ട്. ചുമരെ പോയി ഇടിച്ചു നിന്നു. ഭാവം കണ്ട് ഞാൻ ശരിക്കും പേടിച്ചുപോയി. പിന്നെ കൂട്ടുകാർ വന്നിട്ട് പിടിച്ചുകൊണ്ട് പോയി. കുറച്ചു കഴിഞ്ഞ് വന്ന് എന്നോട് സോറി പറഞ്ഞു. കൈകൂപ്പി പറഞ്ഞു നിന്നെ ഒന്ന് കാണണം, എന്തെങ്കിലും വഴി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആലോചിച്ച് ഒരു വഴി കണ്ടുപിടിച്ചു. എന്റെ കുറെ പേപ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യാനുള്ളതാ എന്ന് പറഞ്ഞ് നിന്നെ കാണാൻ വരാൻ പ്ലാൻ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരും നിന്റെ വീട്ടിൽ. ഞാൻ കുറെ ആയി നിന്നെ വിളിക്കുന്നു, ഫോൺ എടുക്കണ്ടേ നീ? മായ പറയുന്നത് കേട്ട് ചാരു തരിച്ചു നിന്നു.